15ാമത് SKSSF സംസ്ഥാന സമ്മേളനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. SKSSF സംഘടിപ്പിക്കുന്ന 15ാമത്തെ സർഗലത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത്. ഈ സുന്ദര നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണിയിച്ച കാലച്ച ഓരോ മണൽത്തരിയും കൊതിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന്. ആ കാലച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹി തിരുനബിയുടേതായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയാണ് തിരുമേനി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിലിന്റെ ശബ്ദം. നബി തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴത്താ ഒരു മലവേടൻ കിടന്നുറങ്ങുന്നു. തന്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപേട. ആ മാൻപേട നബി തങ്ങളെ കണ്ടതും കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണീരൊലിപ്പിച്ചു നബിയോട് പറഞ്ഞു, നബി, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. തങ്ങൾ എന്നെ രക്ഷിച്ചാലും. ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഈ മാനിനെ അഴിച്ചുവിടൂ. അത് അതിന്റെ മക്കൾക്ക് പാലൂട്ടി തിരിച്ചു വരും. അപ്പോൾ മലവേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ തിരിച്ചു വരുമെന്നോ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? മലവേട്ടൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചു, ശരി, ഇതിനെ ഞാൻ അഴിച്ചുവിടാം. അതിന് പകരമായി നിങ്ങൾ ജാമ്യം നിൽക്കാമോ? നബി തങ്ങൾ പറഞ്ഞു, ശരി, ഞാൻ ജാമ്യം നിൽക്കാം. മലവേടൻ പറഞ്ഞു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ അതിന് പകരമായി നിന്നെ ഞാൻ അറുത്തു കളയും. നബി തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മലവേടൻ ആ മാനിനെ അഴിച്ചുവിട്ടു. മാൻ ഓടിമറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മലവേടന്റെ കഠാര പുന്നാര നബിയുടെ കഴുത്തിലേക്ക് നീളുന്നു. അപ്പോഴാ കുട്ടിപ്പട്ടലങ്ങൾ പറത്തി ആ മാൻപേട എത്തിക്കഴിഞ്ഞു. മലവേടൻ അമ്പരന്നുപോയി. ഇതെന്തൊരത്ഭുതമാണ്! മലവേടൻ ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ ആ മലവേടൻ ഇസ്ലാം സ്വീകരിക്കുകയും ആ മാനിനെ അഴിച്ചുവിടുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കഥ ഇഷ്ടമായില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥയുടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.